ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുതിരവാലി മില്ലറ്റ് ദോശ. ഈ കുതിരവാലി മില്ലറ്റിൻ്റെ പ്രത്യേകത, ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. സാവധാനത്തിൽ മാത്രമേ ദഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ധാന്യമാണിത്, കുതിരവാലി മില്ലറ്റ്. ഈ കുതിരവാലി മില്ലറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇനി ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടി 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 കപ്പ് കുതിരവാലി മില്ലറ്റ്, 1 ടീസ്പൂൺ ഉലുവ. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യത്ത് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ നല്ലത്. 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇത് അരച്ചെടുക്കുക. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉഴുന്ന് ആദ്യം മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നന്നായി കിട്ടും. നല്ലപോലെ ഉഴുന്ന് അരഞ്ഞ് കിട്ടിയാലാണ് ദോശമാവ് നന്നായി പൊങ്ങി വരിക. നല്ലപോലെ ഉഴുന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് അരച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ദോശമാവ് പൊങ്ങി വരുന്നത്. ഇനി ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് മില്ലറ്റ് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ അവൽ കൂട വെള്ളത്തിൽ കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അവൽ ഒരു 2 മിനിറ്റ് ആദ്യം ഉഴുന്ന് അരക്കുന്ന സമയത്ത് അവൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഉഴുന്ന് അരച്ച് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അവൽ കുതിർന്ന് വരും. ഇനി അവലും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ച് ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഉഴുന്നും മില്ലറ്റും കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് പൊങ്ങാൻ വെക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പൊങ്ങി വരും. ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്കിത് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പം 5-6 മണിക്കൂർ എടുക്കും. ഇത് ഞങ്ങൾക്ക് 4 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഉഴുന്നും അരച്ചെടുത്തിട്ട് ഇതുപോലെ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി വരും. നല്ല സോഫ്റ്റായി കിട്ടും മാവ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് താണു പോവും മാവ്. ഇനി ഒരു തവി മാവ് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് മുകളിലായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയോ നെയ്യാണ് നല്ലത്. നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ദോശക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരു സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാം. 2 വശവും വെന്തതിന് ശേഷം ഇത് വാങ്ങിയെടുക്കുക. ദോശ നല്ല സോഫ്റ്റ് ദോശയാണ്, കണ്ടില്ലേ. ഇനി എണ്ണ ഒട്ടും ചേർക്കാണ്ടും ദോശ ചുട്ടെടുക്കുക. എണ്ണ വേണ്ടാത്തവർ ഒട്ടും എണ്ണ ഒഴിക്കാണ്ട് ദോശ ചുട്ടെടുക്കുക. ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒന്നിത് മറിച്ചിട്ട് ഇനി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കൂടെ ചുട്ടെടുക്കുക. കുട്ടികൾക്കെല്ലാം ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇനി മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നടച്ച് വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് എങ്ങനെയാണ് ദോശ സോഫ്റ്റായിട്ട് വേണമെങ്കിൽ സോഫ്റ്റായിട്ടോ ക്രിസ്പി ആയിട്ടോ ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചുട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മാവ്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഞാൻ മില്ലറ്റ് കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ദോശ, ഉപ്പുമാവ്, ഇഡ്ഡലി, കഞ്ഞി, കുറുക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ